ആശയ സംവാദത്തിൻ്റെ മേഖലയിൽ ഏറെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ്, ആശയങ്ങളിലൊന്നാണ് കമ്മ്യൂണിസം. ഒരു വേള ഈ കാലത്ത് ഒരാശയം, ഒരു പ്രത്യയശാസ്ത്രം എന്ന അർത്ഥത്തിൽ അത്ര സമകാലികമായി കമ്മ്യൂണിസം നിലനിൽക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടിലെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് കമ്മ്യൂണിസം എന്ന ആശയത്തിൻ്റെ ഉത്ഭവവും അതിൻ്റെ വളർച്ചയും അതിൻ്റെ തകർച്ചയുമാണ്. ലോകത്തിൻ്റെ 1/3 രാജ്യങ്ങളെ സ്വാധീനിക്കുവാനും വിവിധ രാജ്യങ്ങളിൽ വലിയ പരിവർത്തനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് സാധ്യമായിട്ടുണ്ടായിരുന്നു. അനേകം സമരങ്ങളും പോരാട്ടങ്ങളും ഈ ആശയത്തിൻ്റെ ഊർജപ്രവാഹത്തിൽ പല രാജ്യങ്ങളിലും നടന്നു. സാമൂഹിക പരിവർത്തനത്തെക്കുറിച്ച വലിയ സ്വപ്നങ്ങളും ഭാവനകളും കമ്മ്യൂണിസം എന്ന ആശയം ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ചു. പക്ഷേ നൂറ്റാണ്ട് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസം എന്ന ആശയം തന്നെ ലോകത്തിന് മുമ്പാകെ അപ്രസക്തമായി പോയി. അതുവഴി രൂപപ്പെട്ട ഭരണകൂടങ്ങൾ നിഷ്കാസിതമായി. കമ്മ്യൂണിസ്റ്റ് ആശയ ലോകത്തും പ്രയോഗ ലോകത്തും ഇതുമാത്രമല്ല സംഭവിച്ചത്. മറിച്ച് വലിയ രീതിയിലുള്ള സാമൂഹിക ദുരന്തങ്ങൾ ഈ ആശയത്തിലൂടെയും ഇതിൻ്റെ പ്രയോഗത്തിലൂടെയും ലോകത്ത് സംഭവിച്ചു എന്നതും യാഥാർത്ഥ്യമാണ്. വലിയ വലിയ മനുഷ്യക്കൂട്ടക്കുരുതികൾ ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും പേരിൽ ലോകത്ത് നടന്നു. വിവിധ രാജ്യങ്ങളിലായി ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. ജനാധിപത്യ വിരുദ്ധത എന്നത്, ഏകാധിപത്യമെന്നത് ഈ ആശയത്തിൻ്റെ സഹജമായ സ്വഭാവമാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് സംഭവിച്ച കയ്യബദ്ധമല്ല അത്. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും അങ്ങേയറ്റം ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ആ ഭാഷയിൽ ജനങ്ങളോട് സംസാരിക്കുകയും ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. രണ്ടാമതായി, അത് മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ മനുഷ്യ സമൂഹം പരമ്പരാഗതമായി മുറുകെ പിടിച്ചു പോരുന്ന ധാർമ്മിക മൂല്യങ്ങൾ, അത്തരം ധാർമ്മിക മൂല്യങ്ങൾക്കും സദാചാര മൂല്യങ്ങൾക്കും വിലയില്ലായിരുന്നു. അത് ലോകത്ത് സൃഷ്ടിച്ച, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സമൂഹങ്ങളിൽ സൃഷ്ടിച്ച വലിയ ദുരന്തങ്ങളുണ്ട്. കുടുംബ ബന്ധങ്ങളിലുണ്ടായ തകർച്ചകൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ, ധാർമ്മികവും സദാചാരപരവുമായ കാര്യങ്ങളിൽ സംഭവിച്ച വലിയ ദുരന്തങ്ങളും തകർച്ചകളും. മറ്റൊരു ഭാഗത്ത് സമൂഹ പുരോഗതിയിൽ മനുഷ്യൻ്റെ ഭൗതിക ജീവിതം മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി വന്ന ഈ ആശയം മനുഷ്യനെയും പ്രകൃതിയെയും അതിൻ്റെ സന്തുലിതാവസ്ഥകളെയൊന്നും പരിഗണിക്കാത്തത് കൊണ്ട് സംഭവിച്ച അനേകം അനർത്ഥങ്ങളുണ്ട്. വികസനത്തിൻ്റെയും പുരോഗതിയുടെയും പേരിൽ, ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും ഭ്രാന്തമായ ആവേശത്തിൽ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവികവും സന്തുലിതവുമായ ജീവിതക്രമങ്ങളെ അട്ടിമറിച്ചതിൻ്റെ പേരിലുണ്ടായ അനേകം ദുരന്തങ്ങളുണ്ട്.
അങ്ങനെ മനുഷ്യ സമൂഹത്തിന് അനേകം ദുരന്തങ്ങൾ കൂടി സമ്മാനിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസം എന്ന ആശയത്തിൻ്റെ തകർച്ച ഈ ലോകത്ത് സംഭവിച്ചത്. ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കൊടിയടയാളങ്ങൾ മാത്രമുള്ള ചില രാജ്യങ്ങളും ചില ഭരണകൂടങ്ങളുമാണ്. അധികാരം നിലനിർത്തുവാൻ വേണ്ടി ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും കൊണ്ടു നടക്കുന്ന ഭരണകൂടങ്ങളാണ്. അധികാരത്തിലേക്ക് വരിക, കിട്ടിയ അധികാരം നിലനിർത്തുക, അതിന് ഏത് വഴികളും സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അത് സമൂഹത്തിലും രാജ്യങ്ങളിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ പലതുമുണ്ട്. ഇസ്ലാമിനെക്കുറിച്ച് സമൂഹത്തോട് ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കുന്ന ഈ കാലത്ത് ഒരാശയം എന്ന നിലയിൽ കമ്മ്യൂണിസത്തിൻ്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്, ഇസ്ലാമിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊരു സംസാരവും സംവാദവുമാണ് ഈ പരിപാടിയിലൂടെ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ആശയപരമായി കരുത്തുള്ള, പ്രായോഗികമായി സൗന്ദര്യമുള്ള ഇസ്ലാം എന്ന ആശയം കമ്മ്യൂണിസം എന്ന ദർശനത്തെയും ആശയത്തെയും സംവാദാത്മകമായി സമീപിക്കുവാൻ കരുത്തുള്ളതാണ്. കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും യൗവനകാലത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിസം എന്ന ആശയത്തെ സംവാദാത്മകമായി സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ ആശയത്തിനും ഈ രാജ്യങ്ങൾക്കും ഈ സമൂഹങ്ങൾക്കും എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ധാരാളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആശയ സംവാദങ്ങളുടെ ഈ കാലത്ത് ഈ ആശയത്തെയും അത്തരമൊരു സംവാദത്തിന് വിധേയമാക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് വിവിധ അവതരണങ്ങൾ ഇവിടെ നടക്കും. സദസ്സിൻ്റെ അന്വേഷണങ്ങൾക്ക് മറുപടികളുണ്ടാകും. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.